നമ്മുടെ സഹോദരൻ മുഹമ്മദ് അലി പറയാറുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ആളുകൾ നിങ്ങളെ എങ്ങനെ ഓർക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ മരിച്ചതിനു ശേഷം ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ പറയണം, അലി സ്നേഹത്തിന്റെ കുറച്ച് പാത്രങ്ങൾ എടുത്തു. ശ്രദ്ധിക്കുക, ഈ പറയുന്ന സ്നേഹം നമുക്ക് എല്ലാവർക്കും റമദാനിൽ ആവശ്യമാണ്. അള്ളാഹുവിന്റെ സ്നേഹം, നമ്മൾക്ക് പരസ്പരമുള്ള സ്നേഹം, ജനങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, വിദ്വേഷം ഇല്ലാതാക്കാൻ അത് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ അള്ളാഹുലേക്ക് അടുപ്പിക്കാനാവുക. അതിനാണ് നമ്മോട് വിദ്വേഷം മനസ്സിൽ നിന്നും ഇല്ലാതാക്കാൻ പറയുന്നത്. അപ്പോൾ സഹോദരൻ അലി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു സ്പൂൺ ക്ഷമ എടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്രതാനുഷ്ഠാനത്തെ സിയാം എന്നാണ് വിളിക്കുന്നത്. അതായത് ക്ഷമ എന്ന്. വസ്തായിനു ബിസ്സുബരി വസ്സലാത്ത്, നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും അള്ളാഹുലേക്ക് അടുക്കുക എന്ന് സാരം. അടുത്തതായി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉദാരമനസ്കതയുടെ ഒരു ടീസ്പൂൺ എടുത്തു. റമദാൻ ദാനശീലത്തിന്റെ മാസം കൂടിയാണ്. നമ്മൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ കൂടെ ദാനം ചെയ്യണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ദാനങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്കു വേണ്ടി തന്നെയാണ്. നമ്മൾ ഭൗതിക സുഖങ്ങളിൽ നിന്നും മോചിതരാവണം. നമ്മൾ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടം ഭൗതിക സുഖ സൗകര്യങ്ങളല്ല. കാരണം തീർത്തും വ്യത്യസ്തമായൊരു മനഃശാന്തിയും സമാധാനവും നമ്മൾ റമദാനിലൂടെ നേടിയെടുക്കാറുണ്ട്. അടുത്തതായി അദ്ദേഹം ചേർത്തത് ഒരു നുള്ള ദയയാണ്. തബസ്സമുക ബിവജ്ഹി അഖീക സ്വതക, നിന്റെ സഹോദരനു നേരെ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്. റമദാനിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിലൊന്ന് ഇഫ്താറിന്റെയും സുഹൂറിന്റെയും സമയങ്ങളിലെ മധുരമേറിയ നിമിഷങ്ങളാണ്. നമ്മൾ പരസ്പരം പറയുന്ന തമാശകളാണ്. ഇത് ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ പെട്ടതാണ് ഒരളവ് പൊട്ടിച്ചിരിക്കുക എന്നത്. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി ഈ മാസം നിങ്ങൾ എത്ര സമയം ചിരിച്ചു, സന്തോഷിച്ചു? ഈ റമദാനിൽ നിങ്ങൾ എത്ര നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കി? നിങ്ങൾ എത്ര ആളുകളെ നമസ്കാരത്തിനു ശേഷം കണ്ടു സംസാരിച്ചു? ഈദ് ഖുതുബക്ക് ശേഷം നിങ്ങൾ എത്ര ആളുകളെ ആലിംഗനം ചെയ്തു? അതും നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക സ്നേഹമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്. സന്തോഷത്തിന്റെ ഇത്തരം നിമിഷങ്ങളെ നമ്മൾ ഓർക്കണം. ഈ ഖുതുബക്ക് ശേഷം ഈ മസ്ജിദ് ചിരികളാൽ നിറയും ഇൻഷാ അല്ലാഹ്. മസ്ജിദുകൾ യഥാർത്ഥത്തിൽ പൊട്ടിച്ചിരികളാലും പുഞ്ചിരികളാലും നിറയേണ്ട ഇടങ്ങൾ തന്നെയാണ്. റമദാനിൽ മാത്രമല്ല, മസ്ജിദുകളിൽ സന്തോഷവാന്മാരായിരിക്കുക എന്നത് ഹലാലാണ്. പള്ളികളിൽ പൊട്ടിച്ചിരിക്കുന്നത് ഹലാലാണ്, പുഞ്ചിരിക്കുന്നത് ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ ഇങ്ങനെയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ അനാരോഗ്യകരമായ ചിരികൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ആലോചിക്കാതെ പരിസരബോധമില്ലാതെയുള്ള ചിരിയാണത്. അതുകൊണ്ട് ചിരിയുടെ ഒരു അളവിനോടൊപ്പം തന്നെ ഒരു നുള്ള ബോധവും കൂടെ നമ്മൾ ചേർക്കണം. നിങ്ങൾക്കിപ്പോഴും കാരുണ്യമുണ്ട്. നിങ്ങൾ അല്ലാത്തവരെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നു. പിന്നെ അദ്ദേഹം സന്നദ്ധതയെ സന്തോഷവുമായി കൂട്ടിയിളക്കി. എന്നിട്ട് അദ്ദേഹം അതിലേക്ക് ഒരുപാട് വിശ്വാസവും ചേർത്ത് നന്നായി ഇളക്കി. ഒരു നീണ്ട ജീവിത കാലയളവിനുമേൽ അദ്ദേഹം അത് പരത്തി. എന്നിട്ട് അത് അർഹരായ എല്ലാ മനുഷ്യർക്കും വിളമ്പി നൽകി. അതാണ് അദ്ദേഹം അർത്ഥമാക്കിയ റമദാൻ ചേരുവ. അതാണ് മുഹമ്മദ് അലിയുടെ ചേരുവ. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേരുവയും. ഈ ചേരുവ നമുക്ക് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ സാധിക്കട്ടെ.